ലോകേസ് പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചോദ്യം കേട്ട് അകപ്പതിച്ചിരിക്കുന്ന അനാമിക പറയാണ്, അതിന് ഞങ്ങളത് ചെയ്തതെന്ന് നിനക്കൊക്കെ എന്താ ഉറപ്പ്? നീയൊക്കെ ആയിരിക്കും ചെയ്തത്, അല്ലാതെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന നവ്യ പറയുന്നുണ്ട്, ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, നിന്നെപ്പറ്റി എനിക്ക് പോലും ഒരു താല്പര്യമില്ല. അപ്പോൾ തിരിച്ച് അനാമിക പറയുന്നുണ്ട്, അതിന് നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് താല്പര്യമുണ്ടോ? അത് കേൾക്കുന്ന നവ്യ പറയുന്നുണ്ട്, താല്പര്യമില്ലെങ്കിലും നീ പറഞ്ഞ പോലെ വീട് വിട്ടിറങ്ങേണ്ട ഒരാവശ്യവും എനിക്കില്ല. കാര്യം എൻ്റെ വയറ്റിൽ കിടക്കുന്നത് അബിയുടെ കുഞ്ഞ എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന അനാമിക പറയാം, അതിനെന്താ ഉറപ്പ്? കേൾക്കുന്ന നബിക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. പറയണം, നീ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മോളല്ലായിരിക്കും, പക്ഷേ ഇതെന്തായാലും അബിയുടെ കുഞ്ഞ എന്ന് പറയുമ്പോഴത്തേക്ക് അനാമിക ദേഷ്യപ്പെട്ട് പറയും കേട്ടോ. ആ തോന്നിവാസം പറയരുത്. അത് കേൾക്കുന്ന നവ്യെ ഒട്ട് വിട്ടു കൊടുക്കുന്നില്ല. എന്നോടിങ്ങനെ പറഞ്ഞാൽ നിന്നോടും ഇങ്ങനെ തന്നെ പറയും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാം കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന അബീനെയാണ്. അബി ആകെ വിശന്ന് വലഞ്ഞ് ഒരു ചായക്കടയിൽ ചെല്ലുവാണ്. എന്നിട്ട് പറയുക, നടന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് പറയാം, ചേട്ടാ ഒരു ചായ തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ കടക്കാരൻ പറയാം, എന്തോ വലിയ കള്ളത്തരം കാണിച്ചിട്ട് ശബരിമലയ്ക്ക് വന്നാ, അതാ അയ്യപ്പസ്വാമി ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത്. എന്നിട്ട് അതിന് മുകളിൽ അവൻ അടുത്ത കള്ളവും കൂടെ, ചായ ഒന്നും തരാൻ പറ്റുമല്ലോ, കുറച്ച് വെള്ളം വേണമെങ്കിൽ തരാമെന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ഒബി പറയുന്നുണ്ട്, ഞാൻ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാന്ന് പറയുമ്പോഴേക്കും കൂടെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ട്, ആ കവടയാർ കൊട്ടാരത്തിലെ രാജാവാന്ന് പറഞ്ഞില്ലല്ലോ, എന്തായാലും കൊള്ളാം, വേണേൽ വെള്ളം മേടിച്ച് കുടിച്ചിട്ട് നീ പോകാൻ നോക്ക്, നിന്നെപ്പോലുള്ളവരൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ അയ്യപ്പസ്വാമി ഞങ്ങളെയും കൂടെ പരീക്ഷിക്കും എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും അബി ഒരു നിർവാഹവും ഇല്ലാതെ അവിടുന്ന് കിട്ടിയ വെള്ളം മേടിച്ച് കുടിച്ച് പയ്യെ യാത്ര ഇരിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നയനേനെയാണ് കേട്ടോ. നയനയോട് ഗോവിന്ദൻ പറയുന്നുണ്ട്, സാരമില്ല മോളെ, എല്ലാം ശരിയാവും, മോളാ കരൾ പകുത്ത് കൊടുത്തതെന്നൊക്കെ എന്നേലും ഒരു സാഹചര്യത്തിൽ ആദർശിൻ്റെ അച്ഛനും പറയേണ്ട വരും ദേവയാനിയോട്, അന്ന് നല്ല മാറ്റം ഉണ്ടാവുമെന്ന് പറയുമ്പം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നത് എന്ത് പറയും, അതെല്ലാവരും നോക്കിയിരുന്നു, ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, വേണമെങ്കിൽ ആ കരൾ തിരിച്ച് മുറിച്ച് തന്നിട്ട് എടുത്തുകൊണ്ട് പോക്കോളാൻ പറയും ചേച്ചിയുടെ അമ്മായിമ്മ, അതാ സ്വഭാവം എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിയുമ്പോൾ ഇവർ അബിയുടെ കാര്യത്തെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുവാണ്. അബി ക്ഷേത്രത്തിൽ നോയമ്പൊന്നും എടുക്കാതെ പോയതുകൊണ്ടായിരിക്കും ഈ പരീക്ഷണം, എന്തായാലും വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ എല്ലാവരും തിരിച്ചു വന്നാൽ മതിയായിരുന്നു, എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു എന്നൊക്കെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, നേരാ, എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മൂർത്തി സാറിനെയും മുത്തശ്ശീനെയാണ്. അവർ ഹോസ്പിറ്റലൊക്കെ പോയി ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുവാ കേട്ടോ. അപ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട്, അച്ഛാ എങ്ങനെയുണ്ട്, ഡോക്ടർ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവും, റിസൾട്ട് വരുന്നുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയാം, അച്ഛൻ ടെൻഷനൊന്നും അടിക്കണ്ട, അച്ഛന് വേണ്ടിയിട്ട് വേണ്ടിയല്ലേ മലയ്ക്ക് അവർ പോയേക്കുന്നത്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയാം കേട്ടോ. അതേപ്പോൾ പറയുവാണ്, ഇന്ന് രാവിലെ ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പം നയനനെ കണ്ടിരുന്നു, അവളെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് കണ്ട്, അവൾക്കെന്താ അസുഖം എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ മൂർത്തി സാർ പറയുന്നുണ്ട്, നീയല്ലേ നിൻ്റെ മരുമോളെ നേരിട്ട് കണ്ടത്, നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ? അല്ല, അവൾക്കെന്തോ വൈറൽ ഫീവർ ആണെന്നെങ്ങാണ്ടാണ് ആദർശ് പറഞ്ഞത്, എന്തേലും ആട്ടെ എന്ന് പറയാം കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ചോദിക്കുവാണ്, അതൊക്കെ പോട്ടെ, അച്ഛനും അമ്മയും ഇവിടെ നിൽക്കുമ്പോൾ അവൾക്ക് സ്വർണം കൊടുക്കുന്ന പോരാതെ അവിടെ ചെന്ന് കൊടുക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കും കേട്ടോ. ഇതിനൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ഈ വീട് വിട്ട് പോയാലോ എന്ന് ഞങ്ങൾക്ക് നല്ല സംശയം, മോളിച്ചിരി സന്തോഷവതിയായിട്ടിരുന്നോട്ടെ എന്നോർത്ത് കൊടുത്താ എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. എന്നിട്ട് മുത്തശ്ശൻ പറയുകയാണ്, എല്ലാ കൊച്ചുമക്കളെയും മരുമക്കളെയും ഞങ്ങൾ ഒരുപോലെ തന്നെയാണ് കാണുന്നത്, പക്ഷെ നയന മോളോട് ഞങ്ങൾക്ക് ഇഷ്ടം കൂടുതലുണ്ട്, അതിനുള്ള നന്മ മോള് ചെയ്തിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, എന്ത് നന്മയെപ്പറ്റിയാണ് നിങ്ങളീ പറയുന്നത്? അപ്പോഴേക്കും മൂർത്തി സാർ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. പറയാണ്, കഴിഞ്ഞ വർഷത്തെ സെയിൽസിൻ്റെ റിപ്പോർട്ട് നീ ഒന്ന് എടുത്ത് നോക്ക്, അതിൽ മോളുടെ അധ്വാനമുണ്ട്, അതിൽ നിന്ന് കിട്ടിയ ലാഭം എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലാന്ന് നിനക്ക് അപ്പം തന്നെ മനസ്സിലാവും. മുത്തശ്ശി പറയാണ്, അത് മാത്രമല്ല, അതിലും കൂടുതൽ നന്മകൾ മോൾ ഈ വീട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, നിനക്ക് നിൻ്റെ മരുമോളെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, ഒരുപാട് ദൈവവിശ്വാസമുള്ള പെൺകുട്ടിയാണ്, നിനക്ക് വേണ്ടിയിട്ട് അവളുടെ ജീവൻ തന്നെ പകുത്തു തരും, നിനക്ക് മനസ്സിലാവാത്തത് മാത്രമാണ് ഇവിടുത്തെ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് അവരുണ്ടോങ്ങും പോവാട്ടോ. ഇത് കഴിയുമ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്, എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞോന്നോർത്ത് ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നയന മരുന്നൊക്കെ കഴിച്ചിരിക്കുമ്പം ആദർശി വിളിക്കുന്നതാണ്. വിളിച്ചിട്ട് അബിനെ ഇരുത്തിയ സ്ഥലത്ത് കാണാനില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നയനെ ചോദിക്കുന്നുണ്ട്, കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ വിളിക്കണേ ആദർശ് ചേട്ടാ, അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും എന്നൊക്കെ ആദർശ് പറയുവാണ്. അത് കഴിയുമ്പോൾ അവർ പരസ്പരം പറയുന്നുണ്ട് കേട്ടോ, ഇവനെ ഇനി കൂട്ടിക്കൊണ്ടല്ല വീട്ടിൽ പോകാൻ പറ്റത്തില്ലോ, അവൻ എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും, അച്ഛൻ്റെ കൂടെ ആയിരുന്ന സമയത്ത് കറക്റ്റ് അവൻ നോയമ്പ് നോക്കി മലയ്ക്ക് വരുമായിരുന്നു, ഇത്തവണ നോയമ്പൊന്നും നോക്കിയില്ല, എന്തായിരിക്കുമോ സംഭവിച്ചേക്കുന്നത് ദൈവത്തിനറിയാമെന്ന് പറയും കേട്ടോ. അതേസമയം അബി ഒരു കടയിൽ കയറി ഫുഡൊക്കെ മേടിച്ച് നല്ലപോലെ എല്ലാം കഴിക്കുവാണ് കേട്ടോ, വാരി വലിച്ച്. എന്നിട്ട് ബില്ല് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട്
ഒന്നും അറിയാത്ത പോലെ ഇറങ്ങിപ്പോകാൻ തുടങ്ങുവാണ്. ആ സമയത്ത് കടയുടെ ഓണർ പിടിക്കുവാണ് കേട്ടോ അബീനെ. എന്നിട്ട് പറയുകയാണ്, എടാ കള്ള, ഇവിടെ വന്ന് മര്യാദയ്ക്ക് ഈ കഴിച്ചതിൻ്റെ ഒക്കെ കാശ് നിന്നിൽ നിന്ന് ഞാൻ ഈടാക്കുന്നോടം വരെ നീ ഇവിടെ പണിയെടുത്തോണം. ഇന്ന് മുഴുവൻ പണിയെടുത്ത് വേണമെങ്കിൽ പോകുമ്പോൾ നിൻ്റെ കയ്യിൽ 10-100 വെച്ച് തരുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ അബി നടന്ന കാര്യമൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും അയാൾ പറയുകയാണ്, കൂടുതൽ തള്ളാതെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ പണിയെടുത്തു, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോഴേക്കും അബി വേണ്ട ഏട്ടാ ഞാൻ പണിയെടുത്തോളാം എന്നും പറഞ്ഞ് അവിടെയുള്ള ടേബിളൊക്കെ തുടയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2-3 പോലീസുകാരങ്ങ് വരും കേട്ടോ. അവരോടൊന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അബീനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ടിരിക്കുകയാണ്. ഇവനൊന്നാടോ എവിടെ പണിക്ക് കയറി, ഞങ്ങൾ ആ CCTV കണ്ട ആ മോഷണ കേസിലെ പ്രതിയുടെ നല്ല ചായ ഉണ്ടല്ലോ ഇവന് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും നടന്ന കാര്യമൊക്കെ കടയുടെ ഓണർ പറയുകയാണ്. അപ്പോഴത്തേക്ക് അവർ പരസ്പരം പറയും, എങ്കിൽ ഇത് ഇവൻ തന്നെ, ഒന്നും സംശയിക്കാനില്ല എന്ന് പറഞ്ഞ് അബിയുടെ അടുത്തോട്ടിയില്ല കേട്ടോ. എന്നിട്ട് അബി പറയുന്നുണ്ട്, ഞാനിവിടെ പണിയെടുത്താൽ സാറേ ജീവിക്കുന്നത്, നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ പണിയെടുക്കേണ്ട വന്നതെന്നിപ്പം ഇയാൾ പറഞ്ഞു, അതുകൊണ്ട് നീ കൂടുതൽ അതൊന്നും പറയണ്ട എന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയാം, വന്ന് വണ്ടിയെ കയറടാ എന്ന് പറയുകയാണ്. ആ സമയത്ത് ആ കടക്കാരൻ പറയുന്നുണ്ടോ, ഞാൻ മൂർഖൻ പാമ്പിനാണോ ദൈവമേ ജോലി കൊടുത്ത്, എന്തായാലും ആ മൂർഖൻ പാമ്പിനെ ഞങ്ങൾ കൊണ്ടുപോയി തല്ലിക്കൊന്നോളാമെന്ന് പോലീസുകാർ പറഞ്ഞ് അബീനെ കൂട്ടിക്കൊണ്ട് പോകും കേട്ടോ. അബി അപ്പം സാറ് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനല്ലാതെ എന്നൊക്കെ പറഞ്ഞ് കയ്യെ പിടിക്കുന്നുണ്ട്. പക്ഷെ പോലീസുകാർ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അബീനെ പിടിച്ചു വലിച്ച് വണ്ടിക്കകത്ത് കയറ്റുവാണ് കേട്ടോ. അങ്ങനെ വണ്ടിക്കകത്ത് കയറ്റി അബീനെയും കൂട്ടിക്കൊണ്ട് അവർ പോകുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായമായിട്ടിരിക്കുന്ന അബിയാണ് കേട്ടോ കാണിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്